പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ നിർണായക യോഗങ്ങൾ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി. സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ എന്നിവരും പങ്കെടുക്കുന്നു. അതേസമയം ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്ന യോഗത്തിൽ CISF, CRPF, BSF മേധാവിമാരും പങ്കെടുക്കുന്നു. സമഗ്ര വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. ജിഷ്ണു, അതീവ നിർണായകമായ നീക്കങ്ങളാണ് ഡൽഹിയിൽ നടക്കുന്നത്. ഇപ്പോൾ ഏതെല്ലാം യോഗങ്ങളാണ് പുരോഗമിക്കുന്നത്? നിലിമ, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായകമായ യോഗങ്ങൾ രാജ്യതലസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലധികമായി പരിശോധിക്കുമ്പോൾ ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വീകരിക്കുന്ന നടപടികളുടെ ഭാഗമായി അതീവ പ്രാധാന്യമുള്ള യോഗങ്ങൾ രാജ്യതലസ്ഥാനത്ത് നടക്കുന്നുണ്ട്. പ്രതിരോധ മന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നേതൃത്വം നൽകുന്ന യോഗങ്ങൾ, കൂടാതെ അതീവ രഹസ്യമായിട്ടുള്ള, അതായത് നിലവിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നതിന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ ഫോട്ടോ ദൃശ്യങ്ങൾ ലഭ്യമാകാത്ത അതീവ സുരക്ഷയുള്ള, അതീവ പ്രാധാന്യമുള്ള രഹസ്യമായിട്ടുള്ള യോഗങ്ങൾ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലും ചേരുന്നു. കാരണം അത്രയധികം ഗൗരവത്തോടു കൂടിയാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തെ കേന്ദ്ര സർക്കാരും കേന്ദ്ര ഏജൻസികളും നോക്കിക്കാണുന്നത്. നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിർണായകമായ യോഗം പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കൂടാതെ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ, കര, വ്യോമ, നാവികസേനാ മേധാവികൾ, അതായത് രാജ്യത്തെ ഏറ്റവും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും അതീവ രഹസ്യമായിട്ടുള്ള, അല്ലെങ്കിൽ അതീവ നിർണായകമായിട്ടുള്ള സൈനിക തലത്തിലെ നടപടികളും തീരുമാനങ്ങളും എടുക്കാനും നടപ്പാക്കാനും സാധിക്കുന്ന അതിന് അധികാരമുള്ള യോഗമാണ് ചേർന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ചും സുരക്ഷാ നടപടികൾ സംബന്ധിച്ചും, ഒപ്പം ഈ ഭീകരവാദത്തിന് വിവിധ തരത്തിൽ നൽകി വരുന്ന കടുത്ത ഭാഷയിലുള്ള മറുപടികൾ സംബന്ധിച്ചും തിരിച്ചടികൾ സംബന്ധിച്ചുമുള്ള നിർണായകമായിട്ടുള്ള വിലയിരുത്തലുകളും ചർച്ചകളുമായിരിക്കും ഈ യോഗത്തിൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തുടർച്ചയായ യോഗങ്ങൾ പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. പ്രതിരോധ മന്ത്രി ആദ്യം കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുമായും, കൂടാതെ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാനുമായും പ്രത്യേക യോഗം ചേർന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയെ ഡൽഹിയിൽ 7 ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. പിന്നീട് സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗം നടന്നു. ഇന്ന് വൈകിട്ട് അല്പസമയങ്ങൾക്ക് മുൻപാണ് ആഭ്യന്തര മന്ത്രാലയത്തിൽ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിട്ടുള്ളത്. ആ യോഗത്തിൽ BSF-ന്റെയും CRPF-ന്റെയും CISF-ന്റെയും മേധാവിമാർ പങ്കെടുത്തു. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ പ്രതിരോധ മന്ത്രിയും സംയുക്ത സേനാ മേധാവിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കര, വ്യോമ, നാവികസേനാ മേധാവിമാരുമാണ് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ പഹൽഗാം ഭീകരാക്രമണത്തിലെ അത്രയേറെ ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാരും കേന്ദ്ര ഏജൻസികളും നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ പഹൽഗാമിൽ വീണ ചോരയ്ക്ക് ഭീകരവാദികളും ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരും ഒരിക്കലും മറക്കാനാകാത്ത മറുപടി നൽകുമെന്ന പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും അതിനുവേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അതിർത്തി മേഖലയിൽ ജമ്മു കാശ്മീരിലും അതിർത്തി പ്രദേശങ്ങളിലും യുദ്ധസമാനമായ തയ്യാറെടുപ്പുകൾ ഇതിനോടകം തന്നെ സൈന്യം നടത്തിക്കഴിഞ്ഞു. ജമ്മു കാശ്മീരിന് പുറമെ രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും നിരീക്ഷണവും സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. കാരണം ഭീകരാക്രമണത്തിന്, പഹൽഗാമിന് തിരിച്ചടി നൽകാൻ ഒരുങ്ങുമ്പോൾ ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ കൂടി ശക്തമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ സൈനിക നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് സേനാ യൂണിറ്റുകൾ ഇതിനോടകം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളുടെ എല്ലാം വിലയിരുത്തലുകളും വിശകലനവും തുടർ നടപടികൾ സംബന്ധിച്ചും തിരിച്ചടികൾ സംബന്ധിച്ചും നിർണായകമായിട്ടുള്ള വിശകലനവും ചർച്ചയുമായിരിക്കും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന ഉന്നതതല യോഗത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ നിർണായക നീക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. ജമ്മു കാശ്മീരിൽ സുരക്ഷാ മുന്നറിയിപ്പ്. സ്ലീപ്പർ സെല്ലുകൾ സജീവമായതായി വിലയിരുത്തൽ. അതിർത്തി കേന്ദ്രീകരിച്ച് പാക് ചാരസംഘടനയായ ISI ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി സൈനിക വൃത്തങ്ങൾ. പഹൽഗാം ആക്രമണത്തിന് സമാനമായ സംഭവം ഉണ്ടായേക്കാമെന്നാണ് മുന്നറിയിപ്പ്. കശ്മീർ മേഖലയിൽ നിരവധി റോഡുകൾ അടച്ചു.